ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, എല്ലാ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഫസ്റ്റ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് എപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ വേണ്ടതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ ഇനി പോലീസിനെ ഇൻഫോം ചെയ്യേണ്ട സിറ്റുവേഷൻസോ ആംബുലൻസോ ഫയർ എഞ്ചിൻസോ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള എമർജൻസി കോളുകൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പറ്റിയ എല്ലാ നമ്പേഴ്സും അടങ്ങിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മസ്റ്റായിട്ട് വീഡിയോ കാണുക. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയാം. എല്ലാവരും പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് 112 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. 112 ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് MHA ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ കമ്മ്യൂണിക്കേഷനുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ജെനുവിൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സിമ്പിളാണ്. ഇത് വായിച്ചു നോക്കിയാലൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്നെ ചോദിച്ചാൽ 112 ഇന്ത്യ. ഓക്കെ, താഴേക്കൊക്കെ നിങ്ങൾ കയറി നോക്കുക. 3.8 റിവ്യൂസ് ഉണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തു. ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്കാനിങ് ആണ്. ഞാനത് കളഞ്ഞു. എന്നിട്ട് 112 എടുത്തു. എമർജൻസി കോളിംഗ് ഉണ്ട്, ലോഗിൻ ഉണ്ട്. അപ്പം ഞാൻ എന്നെ ചെയ്തിട്ട് ലോഗിൻ കൊടുത്തു. നിങ്ങളും ലോഗിൻ കൊടുക്കുക. ഫുൾ നെയിം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫുൾ നെയിം കൊടുക്കുക. ഫോൺ നമ്പർ, ജെൻഡർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലോ ഫീമെയിലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, കേരള, എബൌട്ട് മീ നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്ഡേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അലോ ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ അലോ വേണമെന്ന് വെച്ചാൽ അലോ കൊടുക്കുക. ഓക്കെ, അപ്പം അവർ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളത് നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. പോലീസ് ഉണ്ട്, ഫയർ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, വുമൺ, ചൈൽഡ്, എൽഡർലി, റെയിൽവേ, അതിൻ്റെ എല്ലാം നമുക്ക് എമർജൻസി സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വിത്ത് സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊഫൈല്, SOS ഹിസ്റ്ററി, നോട്ടിഫിക്കേഷൻ, ടാപ്പ്, ഡയല്, അങ്ങനെയുള്ള സെക്ഷൻസ്, ട്രാക്ക് മീ, എമർജൻസി. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നമുക്ക് ഈ പോലീസിൻ്റെ എമർജൻസി ഈ ബട്ടൺ ഞെക്കി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട പക്ഷേ നമ്മുടെ SOS ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ്സാവും. എന്നിട്ട് നമുക്ക് അത് നമ്മളെ അവൈലബിൾ ആയിട്ട് നമ്മൾ കിട്ടും. അവർക്ക് നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ മസ്റ്റായിട്ട് എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ കണ്ട പോലീസിൻ്റെ ഒക്കെയാണ് എമർജൻസി സർവീസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മെഡിക്കൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എമർജൻസി കോള് അലോ അല്ലേ, അലോ കൊടുത്തെങ്കിൽ നമ്മുടെ അത് ഡീറ്റെയിൽ നമുക്ക് ഇതാവും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തു നോക്കുക. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇതാരും ഒരു വർക്ക് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഇത് എന്തായാലും വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക്സ്.